ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷന് മുന്നിൽ വിവിധ സംഘടനകളുടെ പ്രതിഷേധം നടക്കുകയാണ്. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ഈ വിവിധ സംഘടനകൾ ഏതൊക്കെ സംഘടനകളാണ് പ്രതിഷേധ രംഗത്തുള്ളത്? പാക് ഹൈക്കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഹൈക്കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നയതന്ത്ര തലത്തിൽ ചില നടപടികളൊക്കെ നടന്നിരുന്നു. എന്താണ് അവസ്ഥ? വീണ, ആന്റി ടെറർ ആക്ഷൻ ഫോറം എന്ന ഒരു ബാനറിന് കീഴിലാണ് ധാരാളം ആളുകൾ ഇപ്പോൾ ഈ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിലേക്കുള്ള ഈ ഒരു ധർണയുടെ ഭാഗമാകുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവിധ ദേശീയ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് ഒരു ഫോറം, ആന്റി ടെറർ ആക്ഷൻ ഫോറം എന്ന ഒരു പേര് രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിലേക്ക് ഈ ഒരു പ്രതിഷേധ മാർച്ച് എത്തിയിട്ടില്ല. അതിന് മുൻപ് തന്നെ പോലീസ് ഇപ്പോൾ ഇത് തടയുന്ന ഒരു കാഴ്ചയുണ്ട്. കാരണം ഇത്രയും ആളുകൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചേക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം നിരവധി ആളുകൾ. മാം, देखिए, हमारी डिमांड है कि जो आतंकवादी हमले हैं वो अब इंडिया में नहीं होने चाहिए। बहुत सह लिया है भारतवासियों ने। जिस तरह से निर्दोष लोगों की मौतें हुई हैं वो बहुत ही निंदनीय। खाली निंदा नहीं करने का टाइम है, इस टाइम एक्शन लेने का समय है। पाकिस्तान टेरर, देखिए, कहते हैं कि आतंकवाद का कोई धर्म नहीं होता, लेकिन जब किसी को मारा जाता है तो उससे धर्म पूछ कर मारा जाता है। तो इसका आप मैसेज समझ सकते हैं। जो भारत में हम हिंदुस्तानी रहते हैं उनकी कोई जान की वैल्यू नहीं है, उनको कोई भी आकर मार देता है। तो अब एक्शन की जरूरत है और मोदी जी एक्शन जरूर लेंगे। അതായത് നരേന്ദ്രമോദി സർക്കാർ തീർച്ചയായും ഇതിന് ശക്തമായ തിരിച്ചടി നൽകും എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഒരു ഉറപ്പ് ഭാരതത്തിലെ 140ഓളം കോടി ജനങ്ങൾക്കുണ്ട്. എങ്കിൽ പോലും ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ പ്രവർത്തനം അത് എത്രയും വേഗം ആ പ്രവർത്തനം തന്നെ ഇല്ലാണ്ടാക്കണം എന്ന ആഹ്വാനത്തോടു കൂടിയാണ് ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നൂറുകണക്കിന് ആളുകൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു. ഭാരതത്തിന്റെ ദേശീയ പതാകയും ഏന്തിക്കൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാക് ഹൈക്കമ്മീഷന് മുന്നിലേക്ക് ഈ പ്രതിഷേധ ജാഥ എത്തിയിട്ടില്ല. മറിച്ച് ഏതാണ്ട് 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഡൽഹി പോലീസ് ബാരിക്കേഡുകൾ വെച്ച് ഈ പ്രതിഷേധ പ്രകടനം തടഞ്ഞിരിക്കുകയാണ്. കാരണം ഇത്രയും അധികം ആളുകൾ ഹൈക്കമ്മീഷന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയ പ്രതിഷേധമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് 1 കിലോമീറ്റർ മുൻപ് തന്നെ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. വീണ, അതേസമയം ഗൗതം, നമുക്കറിയാം ഈ ചർച്ചകൾ പലതലത്തിൽ നടക്കുകയാണ്. തീരുമാനങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ചേരാനിരിക്കുന്നു. അതിനു മുൻപ് തന്നെ വിവിധ തലത്തിൽ നയതന്ത്ര തലത്തിലുള്ള നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞു. ഭാരതത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ പൊതുവെ ഇതിനോട്, ഈ നടപടികളോട് പ്രതികരിക്കുന്നത്? അവരുടെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലും എന്ത് നടപടിയിലേക്ക് പോകുമെന്നുള്ളത് തീർച്ചയായും വിവിധ കാര്യങ്ങൾ കണക്കിലെടുത്ത് മാത്രമേ ആവുകയുള്ളൂ. ഇപ്പോൾ ബീറ്റിംഗ് റിട്രീറ്റ് ഒഴിവാക്കിയത് അടക്കമുള്ള പുതിയ നടപടികളും എന്തൊക്കെയാണ്? വീണ, ഇന്നലത്തെ മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിക്ക് ശേഷം നയതന്ത്ര തലത്തിൽ വലിയൊരു സർജിക്കൽ സ്ട്രൈക്കാണ് പാകിസ്ഥാനുമേൽ ഭാരതം നടത്തിയത്. നമുക്കറിയാം, സിന്ധു നദീജലം അതോടൊപ്പം തന്നെ വിവിധ പോഷക നദികളുമായി ബന്ധപ്പെട്ടുള്ള കരാർ മരവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. വാഗ അതിർത്തി അടയ്ക്കുന്നു. ബീറ്റിംഗ് റീട്രീറ്റ് പോലെയുള്ള ചടങ്ങുകൾ, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങുകൾ പൂർണ്ണമായി നിർത്താൻ തീരുമാനിച്ചു. മാത്രമല്ല, ഈ പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ, ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ കരവ്യോമ നാവിക സേനകളുടെ ഉപദേശകന്മാരുടെ അംഗീകാരം റദ്ദാക്കിക്കൊണ്ടുള്ള വലിയൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇന്ത്യയിൽ നിലവിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ, ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ 48 മണിക്കൂറിനകം രാജ്യം വിട്ട് പുറത്തേക്ക് പോകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അങ്ങനെ ഇന്നലത്തെ നിർണായകമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുപ്രധാനമായ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയിലാണ് ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായത്. സ്വാഭാവികമായും യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അയൽ രാജ്യവുമായുള്ള എല്ലാ നയതന്ത്ര തലത്തിലുമുള്ള ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് കൂടാതെ ഇനിയും സ്വാഭാവികമായും രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സൈനിക തിരിച്ചടി തന്നെയാണ്. കാരണം മുറിയിലെ കേന്ദ്രത്തിനെതിരെ ആക്രമണം ഉണ്ടായപ്പോഴും 2019 40 സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇല്ലാതാക്കിയപ്പോഴും തിരിച്ചടിച്ച ശൈലി ഏതാണ് തരത്തിലുള്ള വലിയ സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ നിർണായകമായ തീരുമാനങ്ങളിലൂടെ 140 കോടി ജനങ്ങൾ കാത്തിരിക്കുന്നത്
സൈനികമായിട്ടുള്ള തിരിച്ചടിക്ക് തന്നെയാണ്. അത് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യെസ്, അവിടെ കടുത്ത പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ്. പാക് ഹൈക്കമ്മീഷന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഗൗതം റിപ്പോർട്ട് നൽകുമ്പോൾ വിവിധ സംഘടനകളുടെ പ്രതിഷേധം അവിടെ നടക്കുകയാണ്. നമുക്കറിയാം, എല്ലാവരും ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ 26 പേരുടെ ജീവനെടുത്ത ഈ ഒരു സംഭവത്തിൽ ശക്തമായി തിരിച്ചടി നൽകണം എന്ന കാര്യം തന്നെയാണ് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്.